നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ ട്രംപ് മുട്ടുമടക്കുമ്പോൾ അടുത്തത് ഇന്ത്യ എന്താണ് ഇനി പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം പല രീതിയിലുള്ള തന്നിഷ്ടപ്രകാരമുള്ള നടപടികളാണ് അമേരിക്കയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മറ്റുള്ള രാജ്യങ്ങൾ ഏറ്റവും സൗഹൃദപരമായി നിൽക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് ട്രംപ് കാണിച്ചത് വളരെ വലിയൊരു ചതി തന്നെയായിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തലാക്കാതെ ഇന്ത്യക്ക് നേരെ ഇരട്ടി തീരുവയാണ് ട്രംപ് എടുത്തത്. അതിൽ മറ്റുള്ള രാജ്യങ്ങളടക്കം ചെയ്യുന്നത് പോലെ ഒരുപക്ഷെ ട്രംപിനോട് കയ്യും കാലും പിടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ തീരുവ കുറയ്ക്കുമെന്നൊരു അഭിപ്രായം പല മാധ്യമങ്ങളും പങ്കുവച്ചിരുന്നു. പക്ഷേ ഒരിക്കലും ഇന്നേ വരെയായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കോ അല്ലെങ്കിൽ അതിനെതിരെ ഇന്ത്യ വലിയ പ്രതിസന്ധി നേരിടുന്നെന്നോ അല്ലെങ്കിൽ ഇന്ത്യ ഇതിനെ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള യാതൊരു തരത്തിലുള്ള ഒരു ടെൻഷനോ ഒരു ആശങ്കയോ ഇന്ത്യക്കില്ലായിരുന്നു. അതിനുള്ള ശക്തമായ നീക്കം ഇന്ത്യ നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും അതിന് പിന്നാലെയാണ് ചൈനയിൽ വെച്ചിട്ട് ഷി ജിൻപിങ്ങും പുടിനും മോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതൊക്കെ തന്നെ ട്രംപിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. അവിടെ നടന്നിട്ടുള്ള ഷാങ്ഹായ് ഉച്ചകോടി ട്രംപിനുള്ള നേരിട്ടുള്ള മറുപടി തന്നെയാണ്. ഏതായാലും അമേരിക്ക ഇപ്പോൾ ഒന്ന് അയ്യുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ ഇന്ത്യ അടുത്ത ആഴ്ച വീണ്ടും തുടങ്ങാൻ സാധ്യതയെന്നാണ് ചില വൃത്തങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഇതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ രണ്ട് രാഷ്ട്ര നേതാക്കളുടെയും പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. ഇതിനു മുൻപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിരവധി തവണ അമേരിക്കൻ പ്രസിഡന്റ് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊന്നും തന്നെ ഇന്ത്യ അതിന് മറുപടി പറഞ്ഞിരുന്നില്ല. മോദിയും അത് സംസാരിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. ഇന്ത്യൻ സംഘം അമേരിക്കയിലേക്ക് പോകുമെന്നും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ തീരുവ യുദ്ധത്തിൽ ഒരു തീരുമാനത്തിൽ എത്താനായിട്ട് ഇന്ത്യക്കും അമേരിക്കയ്ക്കും സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ചില ശുഭസൂചനകൾ പുറത്തു വരുന്നത്. അമേരിക്കൻ സംഘം ഇന്ത്യയിലേക്ക് വരുന്നത് നേരത്തെ മാറ്റിവെച്ചിരുന്നു. ഏതായാലും വാർത്തകൾ സ്ഥിരീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റും ചെയ്തിട്ടുണ്ട്. വ്യാപാര ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ശ്രമമെന്നാണ് മോദി അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യയും അമേരിക്കയും സ്വാഭാവിക പങ്കാളികളും അടുത്ത സുഹൃത്തുക്കളുമാണെന്നും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ അഭിവൃദ്ധിക്കായി യോജിച്ചു നീങ്ങുമെന്നും മോദി അറിയിച്ചിരുന്നു. ഇന്ത്യ US പങ്കാളിത്തത്തിന്റെ പരിധിയില്ലാത്ത സാധ്യതകൾ തുറക്കുന്നതിന് വ്യാപാര ചർച്ചകൾ വഴിയൊരുക്കുമെന്ന് ഉറപ്പുണ്ടെന്നും ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ തങ്ങളുടെ ടീമുകൾ പ്രവർത്തിക്കുന്നുവെന്നും മോദി വ്യക്തമാക്കിയിരുന്നു. പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കാനും ആഗ്രഹിക്കുന്നുവെന്ന് മോദി ട്വീറ്റിൽ പറഞ്ഞിരുന്നു. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടായിരുന്നു മോദിയുടെ ട്വീറ്റ്. നേരത്തെ ഇന്ത്യയുമായുള്ള വ്യാപാര തീരുവ വിഷയത്തിൽ US കടുംപിടുത്തം ഒഴിവാക്കാൻ ഒരുങ്ങുന്നതായുള്ള സൂചനകളാണ് പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ ഇരു രാഷ്ട്ര നേതാക്കളും പറഞ്ഞു വരുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വൈകാതെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമാകും, ഒരു അയവ് വരും എന്നുള്ള സൂചന തന്നെയാണ്. വൈകാതെ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. തന്റെ സാമൂഹ്യ മാധ്യമമായിട്ടുള്ള ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച കുറിപ്പിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. വരും ആഴ്ചകളിൽ തന്റെ ഉറ്റ സുഹൃത്തായ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിക്കുമെന്നും കുറിപ്പിൽ ട്രംപ് പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. വിജയകരമായ ഒരു സമാപ്തിയിലേക്ക് എത്തിച്ചേരുന്നതിന് മഹത്തായ ഇരു രാജ്യങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും തനിക്കുറപ്പുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഏതായാലും ഇപ്പോൾ ട്രംപിന്റെ ഈ ഒരു നിലപാട് മാറ്റത്തിന് കാരണം ഇന്ത്യക്കെതിരെ ഇത്തരത്തിലൊരു അതും വളരെ മാർക്കറ്റിംഗ് പ്ലേസ് ആയിട്ടുള്ള ഇന്ത്യ പോലുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ ഇരട്ടി തീരുവ പ്രഖ്യാപിക്കുന്നത് അത് വലിയൊരു ദുസ്സൂചന തന്നെയാണെന്ന് മറ്റുള്ള നാറ്റോ രാജ്യങ്ങളടക്കം ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇന്ത്യയോട് ചെയ്തു കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ പോകുന്നതും അമേരിക്ക തന്നെയാണെന്നുള്ള സൂചനകളും പല രാജ്യങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കെതിരെ ട്രംപ് ഈയടുത്ത് സ്വീകരിച്ച നിലപാടിൽ നിന്നും നേർവിപരീതമായ സമീപനമാണ് ഈ കുറിപ്പിലുള്ള എന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ 100% വ്യാപാര തീരുവ ചുമത്താൻ ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടിയാണ് ഇതെന്നായിരുന്നു ട്രംപിന്റെ വാദം. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം എത്തിയത്. നേരത്തെ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ 100% അധിക തീരുവ ചുമത്താൻ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരുന്നു. US പ്രസിഡന്റ് ട്രംപ് എന്ന് വാർത്തകൾ എത്തിയിരുന്നു. റഷ്യയുമായി ഇരു രാജ്യങ്ങൾക്കുമുള്ള വ്യാപാര നയതന്ത്ര ബന്ധത്തിന് തടയിടാനുള്ള നീക്കമാണിത്.
റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തിയതെന്ന് ട്രംപ് വിശദീകരിച്ചിരുന്നു. അതേസമയം രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്താൻ ട്രംപിന് അവകാശമില്ലെന്ന ഹർജി അതിവേഗ ബെഞ്ചിൽ പരിഗണിക്കാൻ US സുപ്രീം കോടതി തീരുമാനിച്ചു. ഇതിനിടെയാണ് ട്രംപ് വീണ്ടും ഇന്ത്യയെ സുഹൃത്തായി കാണുന്നത്. റഷ്യക്കെതിരെ രണ്ടാം ഘട്ട ഉപരോധം ഏർപ്പെടുത്തുമെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഉപരോധം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ട്രംപ് തയ്യാറായിരുന്നില്ല. റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളെ തുടർന്ന് പിന്തിരിയുകയായിരുന്നു. സമാധാന ചർച്ചയിൽ പുരോഗതി ഇല്ലാത്തതിനെ തുടർന്ന് ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയത്. അതിനിടെയാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായി അടുക്കാൻ ശ്രമിച്ചത്. ഇതും അമേരിക്കയ്ക്ക് ബദലൊരുക്കാനായിരുന്നു. ഇതിന് മനസ്സിലാക്കിയാണ് ട്രംപ് ഇന്ത്യൻ പക്ഷത്ത് എത്താൻ ശ്രമിക്കുന്നത്. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കുന്ന തീരുവകളുടെ നിയമസാധുതയെക്കുറിച്ചുള്ള വാദങ്ങൾ നവംബറിൽ കേൾക്കുമെന്ന് US സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ പിഴച്ചുങ്കം അടക്കം വൻ തീരുവ ചുമത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് കീഴ്ക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരുന്നു. പ്രഖ്യാപിച്ച മിക്ക താരിഫുകളും നിയമവിരുദ്ധമാണെന്നും US അപ്പീൽ കോടതി നേരത്തെ വിധിച്ചതിനെ തുടർന്നാണ് ട്രംപ് US സുപ്രീം കോടതിയെ സമീപിച്ചത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനാലാണ് ഇന്ത്യക്ക് US 50% തീരുവ ഏർപ്പെടുത്തിയത്. യുക്രൈനുമായി യുദ്ധം ചെയ്യാൻ റഷ്യയുടെ പ്രധാന വരുമാന സ്രോതസ്സുകൾ ഈ പണമാണെന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ തീരുവ പ്രഖ്യാപനത്തോടെ US ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ബ്രസീലിനൊപ്പം ഇന്ത്യ ഒന്നാമതായിരുന്നു. ബ്രസീലിലും 50% തീരുവയാണ് ചുമത്തുന്നത്. ആദ്യം പ്രഖ്യാപിച്ച അധിക തീരുവ ഓഗസ്റ്റ് 7-നും പിന്നീട് പ്രഖ്യാപിച്ച 25% തീരുവ ഓഗസ്റ്റ് 27-നുമാണ് നിലവിൽ വന്നത്. ഏതായാലും ഇപ്പോൾ ട്രംപിന് വേറെ ഗത്യന്തരമില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. താൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം പറഞ്ഞിരുന്നത് താൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ലോകത്ത് നടക്കുന്ന പല യുദ്ധങ്ങളും, അതിൽ റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഒക്കെ തന്നെ വെറും ഒരു വിരൽ ഞൊടിക്കുന്ന വേഗത്തിൽ തന്നെ കൊണ്ട് നിർത്തലാക്കാൻ സാധിക്കുമെന്ന് വലിയ വായിൽ ട്രംപ് പല ആഹ്വാനങ്ങളും നടത്തിയിരുന്നു. പക്ഷേ ജനുവരിയിൽ അധികാരമേറ്റ് ഇത്രയും മാസങ്ങൾ പിന്നിടുമ്പോഴും യുദ്ധം അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നല്ലാതെ യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ട്രംപിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ട്രംപ് ഭരണകൂടത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. അതേസമയം തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങൾക്ക് മേൽ, ശത്രു രാജ്യങ്ങളോട് പോലും ചെയ്യാവുന്നതിനപ്പുറമുള്ള ഇത്തരത്തിലുള്ള ഇരട്ടി തീരുവ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പല നിലപാടുകളും വരുന്നത്. ഏതായാലും ഇതെല്ലാം തന്നെ ട്രംപ് ഭരണകൂടത്തിന് നേരെയുള്ള വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇന്ത്യയുമായുള്ള ഈ ഒരു താരിഫ് യുദ്ധത്തിൽ ഒന്ന് തന്റെ നിലപാട് മയപ്പെടുത്താമെന്ന് ട്രംപ് തീരുമാനിച്ചു.